CMA യൂസ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മൈൻഡിൽ വരുന്നത് യങ് ഏജിൽ ലൈഫ് സെറ്റിൽ 6 months to 1 year കോഴ്സ് കംപ്ലീഷൻ എന്നൊക്കെയാണ്. ആക്ച്വലി ഇതിൻ്റെ പിന്നിലുള്ള റിയാലിറ്റി എന്താണ്? സിമ്പിളി പറയുകയാണെങ്കിൽ ജെൻസി കിഡ്സിൻ്റെ ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ലൈഫ് എളുപ്പത്തിൽ സെറ്റിൽ ആണെന്നുള്ളത്. ആ ഒരു ബ്യൂട്ടി കണ്ടിട്ടാണ് കുറേ കുട്ടികൾ CMA യൂസ് ചെയ്യുന്നുള്ള ഈ കോഴ്സിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ ചോദിച്ച പോലെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു 1 year കോഴ്സ് അല്ല. കാരണം 1 year നമ്മൾ കോച്ചിങ് ഡ്യൂറേഷൻ മാത്രമാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ സിങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് ജസ്റ്റ് 1 year കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പഠിച്ച് തീർക്കാം. എന്നിട്ട് അതിൻ്റെ എക്സാം അതിൻ്റെ ഭാഗമായിട്ട് എഴുതി പാസ്സാവാം. ഒരു 1 year എന്ന് പറയുന്നില്ല, 12 to 16 months ആവറേജ് പറയുകയാണെങ്കിൽ. അതിനുശേഷം 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഒരു ക്ലാസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുക. ഇനി വൺസ് നമ്മളത് ഒരു പ്രാക്ടിക്കൽ വേൾഡിലേക്ക് ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതെങ്ങനെയാണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് 2 കൊല്ലത്തെ, അതായത് കോഴ്സ് 1 കൊല്ലം പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ആകുമ്പോൾ CMA സർട്ടിഫൈഡ് ആയി, അല്ലെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള ഒരു ടാഗ് ലൈനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം 3 കൊല്ലം കാണണം. അല്ലാതെ ജസ്റ്റ് ഒരു 1 year കോഴ്സ് ഈസി ആയിട്ട് പാസ്സാവാം അങ്ങനെ പഠിക്കേണ്ട ഒരു സംഭവമല്ല. എസ്പെഷ്യലി ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ മീൻസ് ഇതിനൊരു സ്പെസിഫിക് ഡ്യൂറേഷൻ ഇല്ല എന്നാണോ? അതായത് 6 months കൊണ്ട് കംപ്ലീറ്റ് ആവുന്നവരുണ്ടോ അതോ? ഇപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 എക്സാം ഉള്ളത്, പാർട്ട് 1 പാർട്ട് 2. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ബോത്ത് എക്സാം ഒരുമിച്ച് എഴുതാൻ നിങ്ങൾ റെഡിയായി. നമുക്കിപ്പോൾ എക്സാം ഇൻഡിവിജ്വലി എഴുതാം, ഒരുമിച്ച് എഴുതാം. നിങ്ങളിപ്പോൾ ഒരുമിച്ച് എഴുതാൻ റെഡി ആവണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇപ്പോൾ ഒരു 3-4 months നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനി നേരെ ഒരു അതർ സൈഡ് പറയാം, നിങ്ങളിപ്പോൾ ലാഗ് ആക്കിയിട്ട് ഭയങ്കര ഉഴപ്പി പഠിച്ച് ചിലപ്പോൾ 1 year എന്നുള്ളത് ഒരു ഡിഗ്രി പോലെ അങ്ങ് നീണ്ടുപോവുകയും ചെയ്യാം. ഡിപ്പെൻസ് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടി ടൈം കണ്ടെത്തുന്നോ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും. ജനറലി പറയുകയാണെങ്കിൽ 1 year കോഴ്സ് ഡ്യൂറേഷനും 2 year എക്സ്പീരിയൻസും അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ജോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. പക്ഷെ നമ്മളിപ്പോൾ പറയില്ലേ, സിമ്പിളി ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവന് 2 to 3 years ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുപോലെ നമ്മുടെ CMA 2 വർഷത്തെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്.